ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫയൽസിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടല്ലോ, ഈ പ്രോഗ്രാം ഉപയോഗിച്ച് kailas.txt എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ നമുക്കുണ്ടെന്ന് പറയും. ഇവിടെ മോഡ് W ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനോടെയാണ് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്തത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളൊന്നും ഡാറ്റ ഒന്നും റൈറ്റ് ചെയ്ത് കൊടുത്തില്ല, നമ്മൾ അതിനകത്ത് തന്നെ ക്ലോസ് ചെയ്തു, എന്നിട്ട് ആ പ്രോഗ്രാം അങ്ങ് എൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു kailas.txt എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് കുറച്ച് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഉള്ള ഡാറ്റയിലോട്ട് പുതിയ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കുക. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാനിവിടെ ഈ ഒരു ആദ്യം നമ്മൾ എഫ് പോയിൻ്റർ എന്ന് പറഞ്ഞ ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഫയലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് റാമിലോട്ട് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ്, റാമിൻ്റെ ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു പോയിൻ്ററൊക്കെ വേണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഫയലിൻ്റെ ബേസ് ചെയ്ത് ഒരു പോയിൻ്റർ, ഫയൽ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്ററൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഫയൽ എഫ് പോയിൻ്റർ എന്ന് പറയുന്ന ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്ത സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇവിടെ kailas.txt എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ അത് പുതിയ ഈ ഒരു ഫയൽ നെയിമിലൊരു ഫയൽ ആ ഫോൾഡറിൽ അത് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും അത് റാമിലോട്ട് കോപ്പി ചെയ്യുന്നത്. സപ്പോസ് ഇങ്ങനെ ഒരു ഫയൽ നെയിം ആൾറെഡി ഉണ്ട് എങ്കിൽ, ഇങ്ങനെ ഒരു ഫയൽ ആൾറെഡി ഉണ്ട് എങ്കിലും അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അത് പുതിയൊരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും അതിൻ്റെ റാമിലോട്ട് കോപ്പി ചെയ്യുന്നത്. ഇത് റൈറ്റ് ചെയ്യാനുള്ള ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡ് എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യാനുള്ളതാണ്, അതായത് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ, അതിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. പെർമിഷനോടെയാണ് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യുന്നത്. ഈ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിലുള്ള ഫയലിനെ റാമിലോട്ട് കോപ്പി ചെയ്യുക എന്നതാണ് അതിൻ്റെ മീനിങ്. എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് എന്താ, ആ റാമിൽ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയുടെ അഡ്രസ്സ് എന്താണോ അത് ഈ പോയിന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യുന്നു. എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്താൽ അത് നിർബന്ധമായും ക്ലോസ് ചെയ്യണം എന്നും കൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്ലോസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴാണ് റാമിലോട്ടാണല്ലോ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം റാമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റാമിൽ ആ ഫയലിലോട്ട് ഡാറ്റയൊക്കെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സേവ് ചെയ്യണമല്ലോ, ഹാർഡ് ഡിസ്കിലോട്ട് സേവ് ചെയ്യണം. അങ്ങനെ ഹാർഡ് ഡിസ്കിലോട്ട് സേവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം ഇത്, ഈ എഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ക്ലോസ് ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് അതെല്ലാം ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുമ്പോഴാണ് അതിന് ആ റാമിലിരിക്കുന്ന ആ ഫയലിനെ തിരിച്ച് ഹാർഡ് ഡിസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ആ ഫയലിനെ സേവ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൈലാസ് എന്ന് പറയുന്ന പേരുള്ളൊരു ഫയൽ ക്രിയേറ്റ് ആയി. ഇങ്ങനെ ഒരു ഫയൽ ആൾറെഡി ഉണ്ട് എങ്കിൽ പോലും അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും. അതുകൊണ്ടാണ് ഇവിടെ W എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ആൾറെഡി ഇങ്ങനെ ഈ ഒരു പേരുള്ള ഫയൽ ഉണ്ട് എങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തോളും. ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഡാറ്റ എല്ലാം റൈറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും. ഔട്ട്പുട്ട് ഒന്നും കാണത്തില്ല, കാരണം ഡിസ്പ്ലേ ചെയ്യാനൊന്നും നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. വെറുതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട് സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണുന്നത്. പക്ഷേ നമ്മൾ ആ ഫോൾഡറിൽ ചെന്നിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡാറ്റയെല്ലാം ആ ഫയലിലോട്ട് റൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ലൈൻ ഓഫ് ഡാറ്റ അതിലോട്ട് റൈറ്റ് ആയിട്ടുണ്ട്. ഈ ഫയലിലോട്ട് kailas.txt എന്ന് പറയുന്ന ഫയലിലോട്ട് റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യപ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ 2 ലൈൻ ഓഫ് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനോടെയാണ് നമ്മൾ kailas.txt എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട് എങ്കിൽ പോലും ആ ഫയലിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ബ്ലാങ്ക് ഫയലായിരിക്കും അതോടെ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് എഫ് പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫംഗ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷനാണ് എഫ് പ്രിൻ്റ് എഫ് ഒറ്റ ലൈൻ, ഒറ്റ കീവേഡാണ്, ഒറ്റ വേർഡാണ് എഫ് പ്രിൻ്റ് എഫ്. അതായത് പ്രിൻ്റ് എഫിൻ്റെ ഫയൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണല്ലോ. പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ഈ എഫ് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫയലിലോട്ട് എന്തെങ്കിലും ഡാറ്റയെ റൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഫയലിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ, അതായത് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫയലിലേക്ക് എന്തെങ്കിലും ഡാറ്റയെ റൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രിൻ്റ് എഫിൻ്റെ ഫയലിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എഫ് പ്രിൻ്റ് എഫ് എന്നുള്ളത്. ഈ എഫ് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ബ്രാക്കറ്റും കൂടെ കാണും. അതെന്ന് പറയുന്നത് റൈറ്റ്സ് എ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് ടു എ ഫയൽ. ഒരു ഫയലിലേക്ക് എന്തെങ്കിലും ഡാറ്റയെ റൈറ്റ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഡാറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യാമെന്ന് പറയാം.
എന്തെങ്കിലും ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ആ ഒരു പേര് എഴുതി എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സിമ്പിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എഫ് പോയിൻ്റർ എന്ന് പറയുന്ന ആ പോയിൻ്ററാണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ആ ഫയൽ നെയിം മെൻഷൻ ചെയ്യത്തില്ല, കാരണം ഫയൽ നെയിം വെച്ചിട്ടല്ല നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കുന്നത്. ഈ ഫയൽ സ്റ്റോർ ചെയ്യുന്ന റാമിൽ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയുടെ അഡ്രസ്സ് നമ്മൾ ഈ എഫ് പോയിൻ്റർ എന്ന് പറയുന്ന ആ പോയിൻ്ററിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എഫ് പോയിൻ്റർ മെൻഷൻ ചെയ്യുമ്പോൾ ആ പോയിൻ്ററിലുള്ള അഡ്രസ്സ് എന്താണെന്ന് നോക്കും, ആ അഡ്രസ്സിൽ എന്ത് ഫയലാണെന്ന് നോക്കും, ആ ഫയലിലോട്ടായിരിക്കും ഈ ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എഫ് പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ പോയിൻ്ററാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഏതാണോ ഫയലിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന പോയിൻ്ററാണ് നമ്മളിവിടെ എഴുതുന്നത്. ആ പോയിൻ്റർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് കോമ ഇടുന്നു. എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആ ടെക്സ്റ്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഞാനിവിടെ നെയിം എന്ന് എഴുതി കൈലാസ് ശ്രീചന്ദ്രൻ എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ \n എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി \n എന്ന് കൊടുത്തു. എന്നിട്ട് ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കൊടുത്തു. അതായത് ആ സംഭവം ഇങ്ങനെയായിരിക്കും വരുന്നത്. നെയിം കൈലാസ് ശ്രീചന്ദ്രൻ, ഇവിടെ വരുമ്പോഴാണ് ന്യൂ ലൈൻ ആ ക്യാരക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത ലൈനിലോട്ട് പോകും. എന്നിട്ട് ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കൂടെ കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റാമിൽ സ്റ്റോർ ചെയ്യുന്ന ഈ kailas.txt റാമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന അതിലേക്ക് ഈ ഒരു ഡാറ്റയെ റൈറ്റ് ചെയ്ത് കൊടുക്കും. അഡ്രസ്സ് പിൻ പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എഫ് പോയിൻ്റർ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്ററോട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോയിൻ്റർ ആദ്യം മെൻഷൻ ചെയ്യുക, കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്, ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ക്ലോസ് ചെയ്യുന്നു, എഫ് ക്ലോസ് എന്ന സംഭവം കൊടുത്ത് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ക്ലോസ് ചെയ്യുന്ന സമയത്തും ആ അഡ്രസ്സ് ആ പോയിൻ്ററാണ്, എഫ് പോയിൻ്റർ എന്ന് പറയുന്ന ആ പോയിൻ്ററാണ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. എഫ് പോയിൻ്റർ എന്ന് അത് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് റാമിൽ നിന്ന് ആ ഫയലിനെ ക്ലോസ് ചെയ്യും, അതായത് റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ആ ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതായത് ഫയലിനെ സേവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് സ്ക്രീൻ കാണിക്കും. പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ട് സ്ക്രീൻ കാണിക്കും. ഔട്ട്പുട്ട് സ്ക്രീനിലൊന്നും കാണത്തില്ല, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ക്രീനായിരിക്കും. നമ്മളത് ക്ലോസ് ചെയ്തിട്ട് ഈ ഫോൾഡറിലോട്ട് ചെന്നിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഇപ്പം നോക്കുക, ഞാനിവിടെ എഫ് പോയിൻ്റർ ഞാനിവിടെ പുതിയ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഞാൻ എഫ് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെ, അതിൻ്റെ കൂടെ നമ്മളൊരു ലൈനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് \n ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പുതിയൊരു ലൈനും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഫോൾഡറിൽ ചെന്ന് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നേരത്തെ ഈ കിടന്നതിൻ്റെ കൂടെ ഈ ഒരു ലൈനും കൂടെ വന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രോഗ്രാം റൺ ചെയ്ത് ഈ ഒരു ഫയൽ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഫയൽ അങ്ങ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് പുതിയൊരു ഫയൽ അത് ഓപ്പൺ ചെയ്യും, പുതിയൊരു ഫയൽ അത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പുതിയ ഫയലിലോട്ടാണ് ഈ ഒരു പുതിയൊരു ലൈനും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഇപ്പോൾ ആൾറെഡി ഈ ഒരു ഫോൾഡറിൽ ഈ ഒരു ഫയൽ ഉണ്ട്, ആൾറെഡി 2 ലൈൻ ഡാറ്റയുള്ള ഈ ഫയലുണ്ട്. എന്നിട്ടായിരിക്കും നമ്മൾ വീണ്ടും ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ W എന്ന മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് അതിനായിരിക്കും റാമിലോട്ട് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പം എഫ് printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ആ പോയിൻ്റർ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ കോമയിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഈ നെയിം കൈലാസ് ശ്രീചന്ദ്രൻ ഡെസിഗ്നേഷൻ പ്രൊഫസർ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത വീണ്ടും ഒരു എഫ് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പോയിൻ്റർ അതേപോലെ തന്നെ പോയിൻ്റർ മെൻഷൻ ചെയ്ത് ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഈ എഫ് ക്ലോസ് പോയിൻ്റർ എന്ന സംഭവം കൊടുക്കുന്നു. അപ്പം ഈ റൈറ്റ് ചെയ്തതിനെ സ്റ്റോർ ചെയ്യുന്നു, അതായത് റാമിൽ വെച്ചിരിക്കുന്നതിനെ ഹാർഡ് ഡിസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഹാർഡ് ഡിസ്കിലോട്ട് കോപ്പി ചെയ്യുന്നു, അതായത് ആ ഫയൽ സേവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. എന്നിട്ട് പ്രോഗ്രാം റൺ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആൾറെഡി ഈ ഫയൽ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ബ്ലാങ്ക് ഫയൽ അത് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്കാണ് ഈ 3 ലൈനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് സംഭവം. അല്ലാതെ ആൾറെഡി ഈ 2 ലൈനിൻ്റെ കൂടെ ഈ 3ാമത്തെ ലൈൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സംഭവമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉള്ള ഫയലിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആദ്യം മുതൽ ഈ 3 ലൈനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആൾറെഡി ഉള്ള ഫയലിനെ ഡിലീറ്റ് ആയി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ W എന്ന സംഭവമാണ് കൊടുത്തത്, അത് റൈറ്റ് ചെയ്യാനുള്ള ആ മോഡാണ് കൊടുത്തത്. അത് കാരണം ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഒരു ബ്ലാങ്ക് ഫയലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും ബാക്കി ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫയൽ ആൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്, അതിലേക്ക് 3ാമതൊരു ലൈൻ മാത്രം അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഈ ഒരു ഡാറ്റ എനിക്ക് അവിടെ തന്നെ വേണം, അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഡാറ്റ അവിടെ തന്നെ വേണം, അതിൻ്റെ കൂടെ 3ാമതൊരു ലൈനായിട്ട് ബാക്കി ഡാറ്റയും കൂടെ എനിക്ക് റൈറ്റ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇവിടെ W അല്ല കൊടുക്കേണ്ടത്, നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത്, നമ്മളിവിടെ A ആണ് കൊടുക്കേണ്ടത്. അതായത് അപ്പൻഡ് എന്ന് പറയുന്ന അപ്പൻഡിങ്, അതായത് ഡാറ്റ ആഡ് ചെയ്യാനുള്ള ആ ഒരു സംഭവം A എന്ന് പറയുന്ന ഇതാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് കൊടുക്കേണ്ടതെന്ന് കരുതുക. നമ്മളിവിടെ ആക്ച്വലി ഇങ്ങനെ ഒരു ഫയൽ, ഈ ഫയലാണ് ഇപ്പം ഈ ഫോൾഡറിലുള്ളത്. നമ്മളിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വരെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫയലാണ് ഇപ്പം ഈ ഫോൾഡറിൻ്റെ അകത്തുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ അടുത്ത ഒരു ലൈൻ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ലൈൻ കൂടെ എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഫയലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്. ആ ഫയൽ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആ ഫയൽ മെൻഷൻ ചെയ്തിട്ട് ഞാനിവിടെ എ ആണ് കൊടുത്തത്. അതായത് അപ്പൻഡ് എന്ന് പറയുന്ന ഡാറ്റ ആഡ് ചെയ്യാനുള്ള ആ പെർമിഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ആഡ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എഫ് പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തിട്ട് എഫ് പോയിൻ്റർ എന്ന പോയിൻ്റർ എഴുതി, എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം എന്നിവിടെ കൊടുത്തു. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആൾറെഡി ഉള്ള ഡാറ്റയുടെ കൂടെ അടുത്ത ലൈൻ ഓഫ് ഡാറ്റയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കേസിലാണെങ്കിൽ നമ്മൾ എ ആണ് ഉപയോഗിച്ചത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഫയൽ ആൾറെഡി ഉണ്ട്. അങ്ങനെ ആൾറെഡി ഉള്ളതുകൊണ്ട് ആ ഫയൽ അങ്ങ് ഓപ്പൺ ചെയ്യുകയുള്ളൂ. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ക്രിയേറ്റ് ചെയ്യുക എന്ന രീതിയല്ല. ആ ഉള്ള ഫയലിനെ ആയിരിക്കും അത് മെമ്മറിയിലോട്ട് കോപ്പി ചെയ്യുന്നത്, അത് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത അതിൻ്റെ ഡാറ്റ ബാക്കിയായിട്ടായിരിക്കും പുതിയ ഡാറ്റയെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്ന് കരുതുക. ഇങ്ങനെ ഒരു ഫയൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മളിവിടെ എ ആണ് ഇട്ടതെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതങ്ങ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഈ ലൈൻ മാത്രം അത് റൈറ്റ് ചെയ്ത് വരും. ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ സംഭവം സോറി ഇവിടെ ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, ഇപ്പം സപ്പോസ് ഈ ഒരു ഫയൽ ഇല്ല എന്ന് കരുതുക. ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫയൽ പുതിയതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ മാത്രമായിരിക്കും അതിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ എ ആണ് കൊടുത്തത്. ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്ന് കരുതുകയാണെങ്കിൽ ആ ഫയൽ പുതിയ ഒരു ഫയൽ ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ മാത്രമായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു ലൈൻ മാത്രമേ കാണത്തുള്ളൂ. അത് ഫസ്റ്റ് ലൈനായിട്ട് ഇവിടെ കാണും. ഈ ഒരു ലൈൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ അങ്ങനെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലൈന് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഫയലുണ്ട്. ഇങ്ങനെ ഒരു ഫയൽ ആൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു ലൈൻ ഓഫ് ഡാറ്റ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രോഗ്രാം എന്ന് പറയും, ഈ ഫയൽസ് ഉപയോഗിച്ചുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ W ഉപയോഗിച്ചും A ഉപയോഗിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് എന്തെങ്കിലും ഫയലിലേക്ക് പുതിയ ഡാറ്റ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഫംഗ്ഷനാണ് എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൾറെഡി ഉള്ള ഡാറ്റയുടെ കൂടെ കുറച്ച് ഡാറ്റയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുത്തോളും. ഇവിടെ W ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ഉണ്ട് എങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ അത് ക്രിയേറ്റ് ചെയ്തായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവിടെ എയ്ക്ക് പകരം 6 കൊടുത്തിട്ട്, അതായത് ഉള്ള ഫയലിൻ്റെ ഡാറ്റ റീഡ് ചെയ്യുന്ന സംഭവം കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ 6 ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.